ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെസഹാകാലം 4-ാം ഞായറിൽ നമുക്ക് ലഭിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 10:27 മുതൽ 30 വരെ വാക്യങ്ങളാണ്. നല്ലിടയ ഞായർ എന്നുകൂടി ഈ ഞായർ അറിയപ്പെടുകയാണ്. ഈ സുവിശേഷ ഭാഗം ജെറൂസലേം ദേവാലയ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്. ഈ തിരുനാൾ ദീപങ്ങളുടെ ഉത്സവമെന്നും ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അറിയപ്പെട്ടിരുന്നു. ഹെബ്രായ ഭാഷയിൽ ഹനുക്ക എന്നും ഗ്രീക്കിൽ താ എംഗ്ലേനിയ എന്നും ഈ തിരുനാളിന് വിളിപ്പേരുണ്ടായിരുന്നു. ഈ തിരുനാളിൻ്റെ ആരംഭത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകളുണ്ട്. BC 167-ാം ആണ്ടിൽ സിറിയൻ, അതായത് സെലൂസിഡ് രാജാവായ അന്തിയോക്യസ് എപ്പിഫാനസ് ജെറൂസലേം ദേവാലയം പിടിച്ചെടുക്കുകയും വിശുദ്ധ സ്ഥലത്ത് മറ്റൊരു അൾത്താര പണിത് അവിടെ അന്യദേവനെ പ്രതിഷ്ഠിച്ച് ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്തു. 1 മക്കബായർ 1:54-61 വാക്യങ്ങൾ. എന്നാൽ BC 165-ൽ യൂദാസ് മക്കബിയാസും കൂട്ടരും സിറിയൻ സൈന്യത്തെ തോൽപ്പിച്ച്, സെലൂസിഡ്സിനെ തോൽപ്പിച്ച് ജെറൂസലേം ദേവാലയം വീണ്ടെടുത്ത് ശുദ്ധീകരിക്കുകയും ദേവാലയം ഇസ്രായേൽ ദൈവത്തിന് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1 മക്കബായർ 4:36 മുതൽ 58 വരെ. ഇത് സംഭവിച്ചത് കിസ്ലേവ് മാസം 25-ാം തീയതിയാണ്. 1 മക്കബായർ 4:56. ഇതിൻ്റെ സ്മരണയുമായി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ യഹൂദർ ആഘോഷിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് ദീപങ്ങൾ തെളിച്ച് ആഹ്ലാദത്തോടെ ഈ ഉത്സവം യഹൂദർ ആഘോഷിക്കുകയാണ് പതിവ്. ദേവാലയ പുനഃപ്രതിഷ്ഠാ തിരുനാൾ ഒരു തീർത്ഥാടന തിരുനാളല്ല. ജെറൂസലേമിന് പുറത്തും ഈ തിരുനാൾ ആഘോഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ യേശു ആകട്ടെ ഈ തിരുനാൾ വേളയിൽ ജെറൂസലേം ദേവാലയത്തിൽ ആയിരിക്കുകയാണ്. അവിടെ വെച്ച് യേശു സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു. സെൽഫ് മാനിഫെസ്റ്റേഷൻ. യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തലിന് ഒരു നല്ലിടയ സംഭാഷണ ശൈലി കൈവരുന്നുണ്ട്. സംഭാഷണത്തിൻ്റെ കാതൽ ആടുകളെ കുറിച്ചുള്ള ഇടയന്റെ വീക്ഷണമാണ്. പാലസ്തീൻ ദേശത്ത് ഇടയന്മാർ തങ്ങളുടെ ആടുകളെ പകൽ മുഴുവൻ ഒരുമിച്ച് മേയുവാൻ അനുവദിക്കുന്നു. എന്നാൽ സന്ധ്യയാകുമ്പോൾ ഓരോ ഇടയനും തങ്ങളുടെ ആടുകൾ കേൾക്കാൻ സ്വതസിദ്ധമായ ശബ്ദം പുറപ്പെടുവിക്കും. തദവസരത്തിൽ ആടുകൾ അവരുടെ ഇടയനെ ശ്രവിക്കുകയും അവരുടെ ഇടയനെ അനുഗമിക്കുകയും ചെയ്യും. ഇപ്രകാരം സംഭവിക്കുന്നത് ഇടയനും ആടുകളും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ ഫലമായാണ്. ഇതേ ഹൃദയബന്ധമാണ് യേശുവിനും അവിടുത്തെ ജനവും തമ്മിലുള്ളത്. ജനം യേശുവിൻ്റെ സ്വരം ശ്രവിക്കുകയും അതിനോട് പ്രതികരിക്കുകയും യേശു ജനത്തെ അറിയുകയും ജനം യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവിടെ നാം ശ്രവിക്കുന്ന ഇടയ സംഭാഷണത്തിന് ആഴമേറിയ ഒരു തലവും കൈവരുന്നുണ്ട്. ഇടയൻ സ്വന്തം ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുവാൻ തയ്യാറുള്ളവനാണ്. ആകയാൽ കള്ളന്മാരുടെയും ചെന്നായ്ക്കളുടെയും കയ്യിൽ പെടാതെ ആടുകൾ സുരക്ഷിതരായി തീരുന്നു. എന്നാൽ നല്ലിടയനായ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന ജനം സുരക്ഷിതരായി തീരുന്നത് ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള ആഴമേറിയൊരു ജീവനും വേണ്ടിയാണ്. സുരക്ഷിതമായ നിത്യജീവൻ. ഈ നിത്യജീവനാകട്ടെ തൻ്റെ ജനതയെ യേശുവിൽ നിന്ന് ഒരു നാളും വേർപെടുത്താനാകാത്ത ജീവിതമാണ്. യേശു വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവൻ അർഹരായി തീരുന്നത് അവിടുത്തെ സ്വരം കേട്ട്
അവനിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്. എന്നാൽ യേശുവിൻ്റെ സ്വരം കേട്ടിട്ടും അവനിൽ വിശ്വസിക്കുവാൻ വിസമ്മതിക്കുന്നവരാകട്ടെ നിത്യജീവന്റെ സുരക്ഷാ വലയത്തിന് പുറത്താണ്. തുടർന്നുള്ള വെളിപ്പെടുത്തൽ യേശുവും പിതാവും തമ്മിലുള്ള ഗാഢബന്ധത്തെ സംബന്ധിക്കുന്ന വീക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാകട്ടെ യേശുവും പിതാവും ഒന്നാണ് എന്ന് തന്നെയാണ്. ഈ പ്രസ്താവന യഹൂദ കാഴ്ചപ്പാടിൽ ദൈവദൂഷണമായി കരുതപ്പെടുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശു സ്വയം ദൈവതുല്യനായി അവരോധിക്കപ്പെടുന്നു. യേശുവും പിതാവും ഒന്നാണെന്ന പ്രസ്താവന ശ്രോതാക്കൾ ഗ്രഹിക്കേണ്ടത് സുവിശേഷകന്റെ കണ്ണിലൂടെയാകണം. നാലാം സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്യുന്ന പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തി ആണെന്നതാണ്. ദൗത്യ നിർവഹണത്തിൽ പിതാവും യേശുവും ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. അതായത് യേശുവിൻ്റെ ദൗത്യം പിതാവിൻ്റെ ദൗത്യത്തിൽ നിന്നും വിഭിന്നമല്ല. കാരണം പിതാവിൻ്റെ പൂർണ്ണഹിതമാണ് യേശു നിറവേറ്റുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചതിൻ്റെ എല്ലാം സംക്ഷിപ്ത രൂപമാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കും. ഉദാഹരണം 1, പിതാവ് ജീവൻ നൽകുന്നു, യേശുവും ജീവൻ നൽകുന്നു. 2, പിതാവ് വിധിക്കുന്നു, യേശുവും വിധിക്കുന്നു. അതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നത് മൂലം ഒരുവൻ യേശുവിൽ ആയിരിക്കുകയും യേശുവും പിതാവും ഒന്ന് തന്നെ ആകയാൽ ഈ മൂവരും, അതായത് വിശ്വസിക്കുന്നവനും പിതാവും യേശുവും ഒന്നായി തീരുകയും ചെയ്യുന്നു. ജീവനും ജനവും യേശുവും പിതാവും പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന ഗാഢബന്ധമാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ജീവിത അനുഭവങ്ങളിൽ യേശുവാകുന്ന ഇടയന്റെ സ്വരം കേട്ട് അവിടത്തെ അറിഞ്ഞ് അനുഗമിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുന്നതോടൊപ്പം യേശു വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവൻ അവകാശമാക്കി അവിടുന്നും പിതാവുമായും ഐക്യപ്പെടുവാനും നാം വിളിക്കപ്പെടുന്നു. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ. ജോൺ ഹെൻറി ന്യൂമാൻ എഴുതിയ ഈ വരികൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.